ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല്ല് വന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞാറ്റക്കുട്ടിക്ക് തോന്നുമ്പോൾ മാത്രമാണ് കേട്ടോ പല്ല് തേക്കാറുള്ളൂ. പല്ല് തേക്കുന്ന കുഞ്ഞ് ബ്രഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് തോന്നണം. ഞങ്ങളുടെ സനു ചേച്ചി പല്ല് തേക്കിനെ കാണുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് എടുത്ത് തേക്കിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പല്ല് തേപ്പിച്ച് കൊടുക്കാൻ നോക്കണം. അപ്പോൾ അവളൊന്നിനും സമ്മതിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞു മക്കൾ ഈ ഒരു ചെറിയ പ്രായം വരെ ഒരു 1.5-2 വയസ്സ് വരെ അവരുടെ ആ വായയുടെ ഒരു സ്മെല്ല് നല്ല രസമല്ലേ. അവർ പാല് കുടിക്കുന്ന ഒരു സ്മെല്ലല്ലേ ഉണ്ടായിരിക്കുക. പക്ഷെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ് മീനും ചിക്കനൊക്കെ തിന്നാൻ തുടങ്ങിയ ശേഷം ഭയങ്കര എന്താ പറയുക, പല്ലൊക്കെ ആകെ മഞ്ഞ കളറാവാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് വഴുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനാണെന്ന് ഇടയ്ക്ക് കളിയാക്കും, നേരെ നീച്ച് വരിക, പാപ്പെടുത്ത് കഴിക്കുക, പല്ലും തേക്കില്ല, ഒന്നുമില്ല എന്നൊക്കെ കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും കേട്ടോ. അല്ലേ, നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ വായൊരു പ്രത്യേക സ്മെല്ലല്ലേ ഉണ്ടാവുക. അതായത് അവർ ഫീഡിങ് ചെയ്യുന്ന ആ ഒരു പാലിൻ്റെ സ്മെല്ലല്ലേ അവരുടെ വായ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു ചെറിയ കുഞ്ഞു പിള്ളേരെ ഉമ്മ വയ്ക്കാനും. അവരെന്താ പറയുക, അവരെ ഒരു പ്രത്യേക ബേബി പൗഡറിൻ്റെ ആയാലും അതുപോലെ ആ എണ്ണയുടെ കയ്യിൽ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് അല്ലേ. നമ്മുടെ മക്കളൊക്കെ എത്ര പെട്ടെന്നാലേ വലുതാവുന്നത്. അതായത് നമ്മളിങ്ങനെ പറയും ഇവർ വലുതാവണില്ല, ചെറിയ പിള്ളേരാണ്. പക്ഷെ ഓരോ വർഷങ്ങളും എത്ര പെട്ടെന്നാണ് പോകുന്നത്. എനിക്കിതപ്പം എൻ്റെ കുഞ്ഞാറ്റേനെയായാലും സനുവിനായാലും കയ്യിൽ കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് 2 വയസ്സായി, സനുവിന് 6 വയസ്സാവാനാണ് പോകുന്നത്. എത്ര പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ പോകുന്നത്. കുഞ്ഞാറ്റയ്ക്ക് ഇതാ സമ്മതിച്ചില്ലെങ്കിൽ പോലും എങ്ങനെയൊക്കെ ഞാനൊന്ന് പല്ല് തേച്ച് കൊടുത്തു. എന്താ പറയുക, ഞാൻ പറയുന്നത് ശരിയാണ് കേട്ടോ. നമ്മുടെ സനു എന്തെങ്കിലും കഴിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ആ നേരത്താവും ചിലപ്പോൾ കുഞ്ഞാറ്റ് നീച്ച് വരിക. നേരെ നീച്ച് വരിക, ചിലപ്പോൾ ചിക്കനാവും, ചിലപ്പോൾ മീനാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്നാക്സ് ആവും. അതൊക്കെ നമ്മുടെ കുഞ്ഞാറ്റ പല്ല് തേക്കാണ്ട് വേഗം വന്ന് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ അതേ ഏട്ടൻ വരുമ്പോൾ നൊങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസത്തെയുണ്ട്. നമ്മുടെ സനുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നതാണ്. നമ്മളിവിടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്കൂളിൽ നിന്ന് അവിടെ ടീച്ചേഴ്സ് ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ അടുത്ത വീട്ടിൽ 2 പിള്ളേരുണ്ട്, പിന്നെ നമ്മുടെ സനു ഉണ്ട്. അങ്ങനെ 3 പേരും കൂടിയിട്ട് ഇവിടെ തന്നെയാണ് ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നത്. ആദ്യം ഞാൻ സനുവിനെ ഒറ്റയ്ക്ക് ഒരു ഫ്രോക്ക് ഡാൻസ് കളിപ്പിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെറും സിമ്പിളായിട്ട് നമ്മുടെ ഒരു ബലൂണിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നില്ലേ, പി വേണോ ബലൂൺ വേണോ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവർ 3 പേരും കൂടിയിട്ടായപ്പോൾ ഞങ്ങൾ ഈ പാട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അമ്പിളി മാമന് കമ്പിളി വേണമെന്ന് എന്നോട് ചൊല്ലിയ ചങ്ങാതി. അപ്പോൾ ആ പാട്ടാണ് കേട്ടോ അവരിപ്പോൾ കളിക്കണത്. നമ്മുടെ പ്രോഗ്രാം വരുന്നൊരു ഫെബ്രുവരിയിലൊക്കെ ഉണ്ട്. ഒരുപാട് സമയമുണ്ട്. പക്ഷേ ഇവർക്ക് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാലല്ലേ ആ ടൈം ആകുമ്പോഴേക്ക് നല്ല പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഏകദേശം ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡ്രൈവിങ്ങിനെ പോയിട്ട് വരുമ്പോൾ എനിക്കിതാ ഷേക്ക് കുടിക്കാൻ ഭയങ്കര ഒരു പൂതി. ഇന്നത്തെ നല്ല രസമായിരുന്നു കേട്ടോ. ഡ്രൈവിങ്ങിന് പോയി അവസാനം കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിച്ച് വരികയായിരുന്നു. 8ഒക്കെ കുഴപ്പമില്ലാണ്ട് ഇട്ടു. പക്ഷെ അവസാനം ഏട്ടൻ വന്ന് മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ കറക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി താഴെ വീണു. ഞാൻ വീഴുകയും ചെയ്തു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുള്ള് തല്ലുകൂടിയായിരുന്നു. ആ വണ്ടി വീണ് കണ്ടിട്ട് എന്നെ പിടിച്ചില്ലല്ലോ, ഞാൻ വീഴട്ടെ എന്ന് വിചാരിച്ച് നിൽക്കല്ലേ എന്നൊക്കെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല, വീണിട്ടൊക്കെ തന്നെയാണ് പഠിക്കുക, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീണതല്ലേ, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഷെയ്ക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെട്ടിക്കാട്ടിരി നമ്മൾ കലാമണ്ഡലത്തിൻ്റെ നേരെ മുന്നിലുള്ള കടയിലാണ് ഷെയ്ക്ക് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. KV സ്റ്റോഴ്സിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു നാച്ചുറൽ ഷേക്ക് എന്നൊക്കെ പറയാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് എങ്ങനെയാണോ കഴിക്കുക അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാകുന്നത്. നമ്മൾ ബാക്കിയുള്ള കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ചേർക്കില്ലേ. എന്താ പറയുക, ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലെങ്ങനെയാണോ ഉണ്ടാക്കുക ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല. റേറ്റ് നല്ല കുറവായിരുന്നു. 40 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. സ്നാക്സ് ചോദിച്ചപ്പോൾ ആകെ പഴണ്ടിയും അതുപോലെ ഉഴുന്നുവട ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു പഴണ്ടി വാങ്ങിച്ചു, ഏട്ടന് ഉള്ളിവടയും വാങ്ങിച്ചു. പഴമുണ്ട സത്യം പറഞ്ഞാൽ ഗോതമ്പുണ്ടയിൽ വെറും പഴം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചിരിക്കുകയായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പഴമുണ്ട ആ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിച്ച് ഷെയ്ക്കൊക്കെ പകുതി കുടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അടിപൊളി റെസിപ്പികൾ വരുന്നത്. അതായത് കട്ട്ലേറ്റ്, പപ്സ്, സമൂസ അങ്ങനത്തെയൊക്കെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കയ്യിലുള്ള പൈസയും കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും വാങ്ങാനും പറ്റില്ലല്ലോ. കറക്റ്റ് ആ ഒരു ഷെയ്ക്കിനുള്ളതും അതുപോലെ തന്നെ ആ ഒരു സ്നാക്സിനുള്ള പൈസ ഉണ്ട് കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച റേറ്റ് അവിടെ ആയിട്ടില്ലാത്ത കാര്യം നമ്മുടെ കയ്യിലൊരു 50 രൂപ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് 2 പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവിടെ കടയിൽ നിന്ന് പപ്സ് വാങ്ങി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ചെന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം പപ്സ് കഴിച്ചപ്പോൾ സമാധാനമായി. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ച് വീട്ടിൽ വന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി 4 മണിക്ക് നീച്ച് നമുക്ക് നഴ്സറിയിൽ നിന്ന് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗോതമ്പ് കൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉപ്പുമാവ്, അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടില്ലേ. നമ്മുടെ സനുവിനെയൊക്കെ നഴ്സറിയിലൊക്കെ കൊണ്ടുപോയാക്കാൻ പോയ വൈകുന്നേരം 3 മണിയാവാൻ ഞാൻ കാത്തിരിക്കും ആ ഉപ്പുമാവ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, കുഞ്ഞാറ്റേനെയൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഗോതമ്പൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്താ, അടുത്ത വർഷമായിട്ട് വേണം നമ്മുടെ കുഞ്ഞാറ്റേനെ നഴ്സറി ചേർത്ത് തന്നൊരു പൂതി എനിക്ക് ഈ ഒരു ഉപ്പുമാവ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ നിന്ന സമയത്ത് പായസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്തള്ളി പിളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വേവൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈവനിങ് ടൈമിൽ പലഹാരം എന്തായിരുന്നു കേട്ടോ, ഗോതമ്പ് ഉപ്മാവ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തേങ്ങയും കൂടി ആയപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ, സീ യു.